നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 650th day. ടുഡേ പ്രഥമസ്കന്ധം 5th chapter 9th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 650ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥാ ധർമാദയശ്ചാർത്ത മുനിവർയാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിതഃ. യഥാ ധർമാദയശ്ചാർത്ത മുനിവർയാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിതഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യഥാ ധർമാദയ അർത്ഥ മുനിവർയ അനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമ അനുവർണിത. അതായത് യഥാ ഏതുവിധം ധർമാദയ ധർമ്മം മുതലായ അർത്ഥ കാര്യങ്ങൾ, അർത്ഥ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ, മുനിവർയ അല്ലയോ മുനിശ്രേഷ്ഠ, അനുകീർത്തിക്കപ്പെടുന്നുവോ പറയപ്പെടുന്നുവോ, തഥാ ആ വിധം, ന തഥാ വേണ്ട വിധം, തഥാ എന്ന് പറഞ്ഞാൽ ആ വിധം, ന എന്നത് അനുവർണിതയോടുകൂടി ചേർത്താണ്. ന അനുവർണിത വർണ്ണിക്കപ്പെട്ടിട്ടില്ല. വാസുദേവസ്യ വാസുദേവൻ്റെ മഹിമ മഹാത്മ്യം. അതായത് വ്യാസഭഗവാന്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ച് പറഞ്ഞു തരണം എന്ന് വ്യാസഭഗവാൻ നാരദരോട് അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ച പ്രകാരം നാരദർ അതിന് നൽകുന്ന മറുപടിയാണ് പറയുന്നത്. അവിടുന്ന് എപ്രകാരം ധർമ്മം അർത്ഥം മുതലായ കാര്യങ്ങൾ പറ്റി വിവരിച്ചുവോ അത്രയ്ക്കും മുഖ്യത്വത്തോടു കൂടി ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചിട്ടില്ല, അനുവർണിച്ചിട്ടില്ല. അതായത് വർണ്ണിച്ചിട്ടില്ല. പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ഭഗവാന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടുന്ന് ഭഗവാനെ വർണ്ണിച്ചിട്ടില്ല. വേദങ്ങൾ രചിച്ചിട്ടുണ്ട്, മഹാഭാരതം രചിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഭഗവാനെ മാത്രമായി, ഭഗവാന് വേണ്ടി മാത്രം ഭഗവാന്റെ വർണ്ണനകൾ, അദ്ദേഹം മഹാത്മ്യങ്ങൾ വേണ്ട വിധം വർണ്ണിച്ചിട്ടില്ല. അതായിരിക്കാം നിങ്ങളുടെ വ്യസനത്തിന് കാരണം എന്നുള്ള മാതിരി നാരദർ ചിന്തിച്ചിട്ട് പറയുകയാണ്. വ്യാസഭഗവാന് ദുഃഖമുണ്ടാകുവാൻ അല്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തി ഇല്ലാതിരിക്കുവാൻ എന്താണ് കാരണം എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ. യഥാ ഭഗവാന്റെ യശസ്സും ഭാരതാദികളിൽ അവിടെവിടെയുണ്ട് എന്നല്ലാതെ വേണ്ട വിധത്തിൽ അവിടുന്ന് ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അവിടുന്ന് മനസ്സിന് വിഷമം എന്ന് ചിന്തിക്കുകയാണ് നാരദർ. യഥാ ധർമാദയശ്ചാർത്ത, അതായത് വേണ്ട വിധത്തിൽ ധർമ്മങ്ങളും ഇതൊക്കെ എപ്രകാരം പറഞ്ഞുവോ അപ്രകാരം ഭഗവാന്റെ മഹിമ നിങ്ങൾ വർണ്ണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. യഥാ ധർമാദയശ്ചാർത്ത മുനിവർയാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിതഃ. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.